അല്ല കുഞ്ഞു എന്താ ഇത് മാധവിക്കുട്ടിയ മാധവിക്കുട്ടി കുറച്ച് വലിയ കൊട്ട് വേണം. ഞാനത് ആലോചിച്ചില്ല. അതാണ് വേണ്ടത്. ഇതെന്താ വായന? പുസ്തകം വായിക്കുക എഴുതുക ഒക്കെ ചെയ്ത മാധവിക്കുട്ടിയെന്നാണോ ചോദിച്ചാൽ? അല്ലേ മാധവിക്കുട്ടി ഒരു ചായ ഉണ്ട് കുറച്ചിരിക്കുകയാണ്. ഇതിന് വെച്ചാലും വേണ്ടില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തായിരുന്നു മാധവിക്കുട്ടി? ആ ചെന്റെ ചെടി തള്ളി തള്ളി പൊളിക്കണ്ട. ആ നീ ഇങ്ങനെ തേരാപാര നടന്നോട്ടാ. മോള് നല്ല അടിപൊളി ബ്ലൗസ് ആണല്ലോ. അതാണ് ഞാനേ ഇങ്ങനത്തെ ഒരു 2-3 ബ്ലൗസുകൾ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഉണ്ടല്ലേ? എന്റെ ഒരു ബന്ധുണ്ട് അരുന്ധതി. പിന്നെ അരുന്ധതിയുടെ ഭർത്താവ് സത്യനാരായണൻ കൂടിയിട്ടൊരു എന്താ പറയാ ഒരു ഓൺലൈൻ ഷോപ്പൊക്കെ ഉണ്ട്, മുദ്രാലൈറ്റസി. എവിടെ വരാറില്ലേ? അതല്ലേ പേര് പറയാൻ അത്ര ബുദ്ധിമുട്ട്. മുദ്രാ ലെഗസി. ബ്ലൗസാ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയില്ലേ, അപ്പൊ ഞാൻ പിന്നെ സെറ്റും ഉണ്ടാക്കി. അതല്ലേ ഓണത്തിന് അങ്ങനെയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാലോ അല്ലെ? നല്ല ഓണത്തിന് നല്ല സെറ്റ് മുണ്ടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ശരിക്കും നല്ല രസമായിട്ട്. ഓണത്തിന് മാത്രല്ല എപ്പോ വേണമെങ്കിൽ ആവാം, കുഴപ്പമില്ല. അളവ് പറഞ്ഞു കൊടുത്താൽ മതി, അവര് എവിടേക്കാച്ച എത്തിച്ചേരും. അതൊന്നും പ്രശ്നമില്ല. ശരിക്കും പറയാച്ചാല് ഇന്ന് വേറൊരു കാര്യം കൂടി ഉണ്ടായി. എനിക്ക് നല്ല സന്തോഷം തോന്നിയിട്ടാ. എന്റെ ഒരു പുസ്തകം അമ്മുവിന്റെ കളിക്കൂട്ടം കുട്ടികളുടെ പുസ്തകമല്ലോ, ഗ്രാമപ്രകാശ് മാഷൊക്കെ കൂടിയിട്ട് പുസ്തകപ്പുര എന്നിട്ടൊരു ഇത് നടത്തുന്നുണ്ട്. കുട്ടികളൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ്. കുട്ടികളെ വായിക്കാൻ കൂടുതൽ താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതിലാണ്. കുറെ കാലമായിട്ട് മാഷ് അത് ഇച്ചൊക്കെ ചെയ്യുന്നു. പ്രാവശ്യം മാഷ് എന്റെ പുസ്തകമാണ് സജസ്റ്റ് ചെയ്തത്. അപ്പൊ ഇന്നലെ ഇന്നായിട്ട് കുട്ടികളുടെ വിളി, ചില പാരന്റ്സ് ഒക്കെ ഇവിടെ വന്ന് പുസ്തകം മേടിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. നമ്മുടെ കുട്ടികൾ നന്നായി വായിക്കുന്നുണ്ട്. അപ്പൊ എന്റെ വിചാരം കുട്ടികൾ വായന കുറവാണ്. 4ാം ക്ലാസ് പഠിക്കണ 5ാം ക്ലാസ്സിൽ പഠിക്കണ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികള് ഇതേമാതിരി നമ്മുടെ ഇവിടെ എന്താ പറയാ അഷറഫ് ഇല്ലേ, നമ്മുടെ അഷറഫ് ഇന്നലേക്ക് മെസ്സേജ് ഇട്ടിരിക്കുക, വെള്ളറക്കാടുള്ള എഴുത്തുകാരത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ കുട്ടികൾ വായിക്കുന്നുണ്ട് കേട്ടോ. നമ്മള് ശരിക്കും കാണാനായിട്ടാ വായന ശരിക്കും ഉണ്ടാക്കണം. കുട്ടികൾ വായിക്കുന്നുണ്ട്, വലിയവരെ വായിക്കാത്തപ്പോ. ശരിക്കും വെച്ചാലേ നമ്മള് പറയും വായന തുടങ്ങണ്ടെങ്കിൽ, ഞാൻ കുറെ കാലത്ത് ഇപ്പൊ വായന ഭയങ്കര കുറവായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്യാറ് വെച്ചാല് ഒരു ദിവസം ഒരു പേജ് വായിക്കും. നമ്മളിപ്പോ ഈ മൊബൈലിൽ എത്ര വായിച്ചു തള്ളുണ്ട്, അല്ലെങ്കിൽ എത്ര വീഡിയോ കാണുന്നുണ്ട്. ഈ ബുക്ക് ഇങ്ങോട്ട് എടുത്താലേ അത് പണ്ടേല അസുഖാണ്. കോളേജിൽ പോകുമ്പോ തന്നെ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങും, പരീക്ഷ എഴുതാൻ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങും. അങ്ങനത്തെ ആളാണ്. ബുക്ക് എടുക്കലില്ല. ബുക്ക വന്ന് നമ്മളിപ്പോ വെറുതെ ഇരിക്കുകയാണ്. പുസ്തകം വായിക്കുമ്പോ കുറെ അറിവ് നമുക്ക് കിട്ടും, മറ്റുള്ളവരുടെ കുറെ കാഴ്ചപ്പാടുകൾ കിട്ടും. മോളെ എനിക്ക് വെറുതെ ഇരിക്കാൻ നേരമില്ല. അയ്യോ എപ്പ നോക്കുമ്പോഴും പണി. ഞാൻ കാണാറുണ്ടല്ലോ ആ പിന്നില് പോയിരുന്നിട്ട് അതേ തുടങ്ങാറുണ്ടല്ലോ. അതെന്താപ്പോ അതിപ്പോ 2 ദിവസമായിട്ട് വയ്യാത്ത അത് വയ്യാത്ത കാരണം അതല്ലോ. ഈ കയ്യുമ്പോ നീര് വന്ന എങ്ങനെയാണെന്ന് എന്റെ വിചാരം. ഈ ഫോണ് ചെവിയില് പിടിച്ച് കൈ തരിച്ചു പോയി. ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയപ്പോഴേ ഞങ്ങൾ ആ ഡോക്ടറെ അറിഞ്ഞതാണെങ്കില് ഡോക്ടറോട് അല്ല, ഈ സാധാരണ ഡോക്ടറെ അടുത്ത് പോകുമ്പോ ഞാൻ പോകലുണ്ട്. പ്രാവശ്യം പോയില്ല. ഞാൻ പോണതായിരുന്നു പറയണായിരുന്നു നാവിനും കയ്യിനും ഒരു റെസ്റ്റ് കൊടുക്കാൻ. എന്നാ ഇത്തിരി ഭേദം ഉണ്ടാവും. മറ്റേത് കലകലയായിട്ട് ഈ അണ്ണാർക്കണ്ണന്മാരെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ അണ്ണാർക്കണ്ണന്മാരുടെ വായ വെറുതെ ഇരിക്കുന്നുണ്ടാ. ഉഷ അതുപോലെ ഉഷയ്ക്ക് വർത്തമാനം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതം. ഇന്ന് മുതല് നിങ്ങൾ രണ്ടാളിപ്പോ കടയിലേക്കല്ലേ പോണ തുന്നാൻ കൊടുക്കാനാ? തുന്നാൻ കൊടുത്ത് വന്നു കഴിഞ്ഞാൽ പുസ്തകം എടുക്കുക, ഓരോ പേജ് വായിക്കുക. എന്നിട്ട് നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറയാ ഓരോ ദിവസം ഓരോ പേജ് വായിക്കാൻ പറയാ. അങ്ങനെ വായിക്കുമ്പോ നമുക്ക് വായിക്കാനുള്ള മടുപ്പും പോവും, നമുക്ക് കുറച്ചും കൂടി അറിവുകൾ കിട്ടും. ഞാൻ സ്കൂളിലേക്ക് പോണ ജോലി ഹയർ സെക്കൻഡറി ജോലി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, തുടങ്ങി ആ സമയത്തുണ്ടല്ലോ അവിടെ ആ സ്കൂളിൽ എത്ര പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പേപ്പർ ഞാൻ വായിച്ചായിരുന്നു അടിച്ച് പറക്കിയിട്ട്. അവിടുന്ന് പോന്നതോടുകൂടി വായന വിവരം ഉണ്ടായിരുന്നപ്പോ ചീത്ത പറയാനും അടിപൊളി. അതല്ല രസം. ജയന്തിന് ഇപ്പൊ സ്കൂളിൽ കൂട്ടിയിട്ട് പോരല്ലേ? അതെ എന്തായാലും ടെൻഷൻ പോലെ. അതെ, അവൾക്ക് അങ്ങനെ ഇരിക്കാനേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അപ്പൊ ഇന്ന് മതിയുടെ കലാപരിപാടി മക്കള് പോയേ